വീക്കെൻഡിൽ ഒരു എഗ് ബിരിയാണി വെച്ചാലോ എന്ന് ഞാനും അമ്മും കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വൈകിട്ടായപ്പോൾ വിചാരിച്ചു എന്തായിരുന്നാലും എഗ് ബിരിയാണി വെക്കുകയല്ലേ, അപ്പം ചിക്കൻ ബിരിയാണി ആക്കിയാലോ എന്ന്. അങ്ങനെ ഞാൻ അടുത്തുള്ള ഷോപ്പിൽ പോയി ചിക്കനൊക്കെ വാങ്ങിയിട്ട് വന്നു. നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നൈറ്റ് കഴിക്കാൻ വേണ്ടി മാത്രം വയ്ക്കുമല്ലേ, അപ്പോൾ ചെറിയൊരു പോർഷൻ മതി ചിക്കൻ. അപ്പം ബാക്കി പോർഷൻ എടുത്തിട്ട് ഞാൻ ചിക്കൻ ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ സ്വന്തം റെസിപ്പിയാണ്, ഭയങ്കര ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ നമ്മുടെ മസാല, അത് കഴിഞ്ഞ് ചിക്കൻ മസാല, ഇത്രയും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇടുക, ഉപ്പിടുക ആവശ്യത്തിന്. എന്നിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ബ്രോയിലർ കോഴി ആയതുകൊണ്ട് ഇത് വേഗം ഫ്രൈ ആയി വരും. നാടൻ കോഴിയാണെങ്കിൽ കുറച്ച് സമയമെടുക്കും. അപ്പോഴത്തേനും കടയൊക്കെ അടച്ചിട്ട് പപ്പയും ചിക്കുവൊക്കെ വന്നു. അവരുടെ കൂടെയാണ് അമ്മുവും വന്നത്. അമ്മു നേരെ കോളേജിലൊന്ന് ഷോപ്പിൽ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. അപ്പം ബിരിയാണിയുടെ റെസിപ്പി ഞാൻ വേറൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടാം. കുക്കർ ബിരിയാണിയാണ്, അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം അമ്മു ഫ്രഷ് ആവാൻ വേണ്ടി പോയി. അപ്പോൾ ചിക്കുവിൻ്റെ സ്ഥിരം പരിപാടികൾ ചിക്കു ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചെടിക്ക് വെള്ളം ഒഴിക്കലൊക്കെ. അപ്പോൾ അമ്മ അതിൻ്റെ സൈഡിൽ കൂടെ ഒരു ചപ്പാത്തി കൂടെ കുറച്ച് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ബിരിയാണിയുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തു. എല്ലാം ഇട്ടതിന് ശേഷം ഒറ്റൊരു വിസിലടിച്ചാൽ മതി, ബിരിയാണി റെഡിയാവും. ചിക്കുവിന് ഇഷ്ടപ്പെട്ട കുറേ കറികൾ ഇന്നുണ്ടായിരുന്നു. അപ്പോൾ ചിക്കു കുറച്ച് ചോറ് കഴിക്കുകയാണെന്ന് പറഞ്ഞിട്ട് കുറച്ചധികം ചോറ് കഴിച്ചു. ഇനി അത് കഴിഞ്ഞ് അവൻ ബിരിയാണിയും കഴിക്കും. ഇതിനൊന്നും ഒരു കോംപ്രമൈസും ഇല്ല അവന്. മിക്സിയും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ കുക്കർ അടയ്ക്കുവാണ്. ഇനി കുറച്ച് സമയം വെയിറ്റ് ചെയ്താൽ മതി. നമ്മൾ ആദ്യത്തെ ടെസ്റ്റർ എന്ന് പറയുന്നത് ചിക്കുവാണ് ആദ്യം കഴിച്ചിട്ട് അഭിപ്രായം പറയുന്നത്. ഓൾമോസ്റ്റ് എപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കുറച്ച് സാലഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ഫുഡ് കഴിച്ചു. നല്ല അടിപൊളി ഫുഡായിരുന്നു. ബിരിയാണി ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയതാണെങ്കിലും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ചിക്കൻ ഫ്രൈ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു.